ഗായ്സ് വെൽക്കം ബാക്ക് ടു H4i. അപ്പം നമ്മൾ ഇന്നൊരു വ്ളോഗിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ സൈക്കിളിലാണ് ഗായ്സ് സഞ്ചരിക്കുന്നത്. ഔട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തത്. നമുക്ക് അണേല പുഴത്തീരത്തേക്ക് പോകാം ഗായ്സ്. നിങ്ങൾക്ക് ഞങ്ങൾ പുഴത്തീരം കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഞാനാണ് ഗായ്സ് സൈക്കിൾ ഓടിക്കുന്നത്. കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലേക്ക്. യാസ് ഗായ്സ്, അവിടെ ഒരു ചിണ്ടുപോയി ഗൈസ് സംഭവം ഗൈസ്. ഞാനിപ്പോൾ മുമ്പിലായി ഗൈസ് ഇരിക്കുന്നത്. നമ്മളെ സ്പോട്ടിലേക്ക് എത്താനായി ഗൈസ്. ഇത് ഞാൻ കണ്ടുപിടിച്ച സ്പോട്ടാണ് ഗൈസ്. ഇവനെ ഞാൻ കൊണ്ടുപോവുക. അപ്പം ഞാൻ കണ്ടുപിടിക്കുന്നല്ല വൈബ് സാധനമാക്കിയല്ലേ പറഞ്ഞത്. കണ്ടുപിടിക്കുന്ന പിന്നെ പറയേണ്ട ആവശ്യമില്ല ഗൈസ്. നമ്മളൊരു കാട്ടിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മളിത് അണേല പാലത്തിൻ്റെ സൈഡിൽ കൂടെ വന്നതാണ്. ഇപ്പോൾ ഈ സൈഡിലാണ് നമുക്ക് പുഴ ഉള്ളത്. ഇവിടെയാണ് പുഴ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്, എന്നാലേ പോയതിൻ്റെ അടുത്തേക്ക് എത്തും. ഇത് കണ്ടൽക്കാട് എന്നാണ് പറയുക, അല്ലാണ്ട് എന്താ പറയാ. അപ്പോൾ നമ്മൾ പുഴ തീരത്തെത്തിയിട്ട് ഞാൻ കാണിച്ചിടാം ഗൈസ്. നമ്മളങ്ങനെ സ്ഥലത്തെത്താനായി ഗൈസ്. പുഴയാണ് ഗൈസ് നമ്മൾ കാണുന്നത്. ഗൈസ് ഇവിടെ നല്ല വൈബ് സ്ഥലമാണ് ഗൈസ്. ഇവിടെ ചളിയാണ്. മുമ്പോട്ട് അപ്പുറം വെക്കാം. ഇവിടെ എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ അച്ഛൻ്റെ ബോട്ടുണ്ടായിരുന്നു ഇവിടെ. അതരാ ബോട്ട് ഗൈസ്. നമ്മൾ ബോട്ട് കണ്ട് ഗൈസ്. സൈക്കിൾ തള്ളത്തൊക്ക് അടച്ചോ ഗൈസ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടുന്ന് ഞാനും കമ്പനിക്കാരെല്ലാം കുളിക്കാനൊക്കെ വല്ലതുണ്ട് ഗൈസ്. ഇവിടെ അടിപൊളി കുളിസ്ഥലമാണ് ഗൈസ്. എടാ നമുക്ക് ബോട്ട് പോവാ. എടാ അടിപൊളിയായി കേട്ടോ. എടാ ഞാൻ ഇതുവരെ പോയില്ല. കെട്ടുള്ളത് എടാ കെട്ടൂര് അതൂര്. നീ ബോട്ടിലേക്ക് കയറ്. ആ കയറ്. ഞാൻ ഇതിൻ്റെ മേലിരുന്നോ. ഞാനും കയറട്ടെ. നമ്മുടെ പുഴ, നമ്മുടെ ബോട്ട് ഗൈസ്. ശ്രീഹരിയാണ് നമ്മൾ പറയുന്നത് ഗൈസ്. ഗൈസ് ശ്രീഹരി. അധികം ഒച്ചയൊന്നും വേണ്ട, എടുത്തു വിട്ടോ. നീ ഇങ്ങോട്ട് വിട്. ഇങ്ങോട്ട് നമ്മളൊരു കരയ്ക്ക് കയറ്റിയിട്ടാണ് ഗൈസ് ബോട്ടിനെ. ഞാൻ ഫുള്ള് ക്ഷീണിച്ച് ഗൈസ്. അവിടുന്ന് രണ്ടാൾക്കാർ കുളിക്കാനും വലടാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊന്നാമത് നമ്മളെ ബോട്ടല്ല ഗൈസ്, അതാണ് പ്രശ്നം. നമ്മളിതാ ഗൈസ് അവിടുന്നാണ് ഗൈസ് വരുന്നത്. നമ്മളിപ്പോൾ ഇതാ ഇത്രയും ദൂരം. അയ്യോ ഗൈസ്, ഞങ്ങളിതാ ഗൈസ് അങ്ങനെ ഒരു ഐലൻഡ് മാരത്തെ സ്ഥലത്ത് ശരിയാണ് ഗൈസ്. ഇവിടെ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ മൊത്തതാണ് ഗൈസ്. നമ്മളിനി ബോട്ട് എടുത്തിട്ട് അവിടെ കയറിയാലോ എന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് അവിടെ ചെയ്യാലോ. അവിടെ നമുക്ക് ആടാ. ഗൈസ് അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് തൊഴിൽ നോക്കാം ഗൈസ്. പക്ഷേ ഇപ്പം ഗൈസ് നല്ല ഒഴുക്കുണ്ട് ഗൈസ്, അതാണ് പ്രശ്നം. നമുക്ക് പ്രശ്നമാക്കണം. നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. നമ്മൾ അവിടുന്ന് ഇതാ ഗൈസ് ഈ കാട്ടിൽ കയറി ഗൈസ്. ഫുൾ നമ്മളിത് അവിടുന്നാണ് ഗൈസ് വരുന്നത്. അവിടുന്ന് അതബ്ബാത്തുനിന്ന് ആടുന്ന് നമ്മൾ നേരെ ഇതാ ഇവിടേക്ക് പോയി. ആടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതാണ് ഭയങ്കര ഗൈസ്. എനിക്ക് ഷോൾഡറൊക്കെ വേദനയാണ്. അവനവിടെ വെറുതെ ഇരിക്കുന്നു, അതിനവന് ക്ഷീണം. നമുക്ക് ഈ കാട്ടിലേക്ക് കയറുക ഗൈസ്. അവിടെ ഭയങ്കരമായ കാടാണ് ഗൈസ്. ഉള്ളിലേക്കൊക്കെ ഫുൾ കാടാ. ഇതൊരു ഐലൻഡ് പോലെ അല്ലേ. ചുറ്റന വെള്ളമാണ് ഗൈസ്. കുറച്ച് വലിയ ഐലൻഡ്. ഇതാ ഹാര കഴിക്കുമല്ലേ സ്ഥലമൊക്കെ. നല്ലൊരു ഐഡിയ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഗൈസ്. കരിക്ക് കിട്ടുമോ നോക്കട്ടെ ഗൈസ് നമ്മൾ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ സ്ഥലത്തിന് എത്തിയിട്ടുണ്ട് ഗൈസ്. ഫുൾ അടിപൊളിയാണ് ഗൈസ്. നമ്മളെ ബോട്ട് ഇതാണ് ഗൈസ്. നമ്മളെ ബോട്ട് ഫുൾ വൈബാണ് ഗൈസ്. നമ്മളിതാ ഗൈസ് അവിടം വരെ പോയി ഗൈസ്. ഏകദേശം ഈ അറ്റം വരെ പോയി. നമ്മളിതാ അവിടെ നിന്നാണ് ഗൈസ് തുടങ്ങിയത്. വേണ്ട അങ്ങനെയൊക്കെ നമ്മൾ സെറ്റാണ് ഗൈസ്. നല്ല ക്ഷീണുണ്ട് ഗൈസ്. പോയി ഒരു കിടന്ന് ഉറങ്ങണം നമുക്ക്. അവനിതാ ബോട്ട് നേരെയാക്കുന്ന ഇതിലാണ് ഗൈസ്. വെള്ളം കാണുന്നുണ്ട് ഗൈസ്.
അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളെ സ്ഥലത്തേക്ക് പോവാം. നമുക്ക് ഗവളിക്ക് ഒരു മട്ടൽ ഒപ്പിച്ചെടുത്ത് കായ്സ്. നമ്മളിപ്പോൾ നമുക്കിതാ കായ്സ് അവിടെയാണ് എത്തേണ്ടത്. നമ്മളെ സൈക്കിൾ അവിടെയാണ് കായ്സ് ഉള്ളത്. എടാ വളയുന്നു. നമ്മളങ്ങനെ ആ ബോട്ട് ഒരു വിധം കരക്കി കയറ്റി ഇവിടെ ഒരു കല്ലിനോട് കെട്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് കായ്സ് നമ്മൾ കെട്ടിയിട്ട് ആദ്യം. അങ്ങനെ കായ്സ് നമ്മളെ ഫസ്റ്റ് ബോട്ട് യാത്രയാണ് കായ്സ് ഇത്. ഇത് മറക്കാനാവില്ല. ചത്ത് എന്ന് തന്നെ പറയാം കായ്സ്. അവിടെ നിന്നുള്ള ഒഴുക്കിനൊക്കെ അങ്ങോട്ട് പോവുക, ഒന്നും ചെയ്യാനാവില്ല. ഒക്കെ ഭയങ്കര ഒഴുക്കാനും കായ്സ്. അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുന്നത്, ഇങ്ങോട്ട് തിരിച്ച് കയറാനാവില്ല നമുക്ക്. അങ്ങനെ ഞാൻ ഗോകുവിനൊരു മട്ടലൊപ്പിച്ചെടുത്ത് അത് അവിടെ നിന്ന് അവൻ അങ്ങനെയൊക്കെയോ തുഴഞ്ഞ് ഞാനാണെ പങ്കായം വെച്ച് കഷ്ടപ്പെട്ട് അങ്ങനെയോ ഇവിടെ എത്തിയാണ് കായ്സ്. ഇത് പിന്നെ നമ്മളെ കമ്പനിക്കാരൻ്റെ അച്ഛൻ്റെ ബോട്ടായതുകൊണ്ടാണ് കായ്സ്. അല്ല ആരായാലും ബോട്ടായതിനേലും നമ്മൾ എടുക്കൂലായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.